മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ചേമ്പ് കറി വെക്കാം. ആദ്യം ചേമ്പ് ചെത്തി നമുക്ക് അടുപ്പ് വെക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം. അതിന് ശേഷം നമുക്കതിന് വേണ്ട അരപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കാന്താരി എല്ലാം കൂടെ അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലൊരു കറിയാണ്. ചോറിന് കഴിക്കാം, ചപ്പാത്തി, പൊറോട്ട, റൊട്ടി, പത്തിരി, നൂൽപുട്ട് എല്ലാത്തിനും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി. ഇത് ചേമ്പ് എന്തായാലും നോക്കാം. വെന്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അരപ്പില്ലേ, തേങ്ങയും വെളുത്തുള്ളി, ജീരകം, കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് അരച്ചാലും മതി കേട്ടോ. അതുമില്ലെങ്കിൽ ഉണക്കമുളക് അരച്ചാലും മതി. നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അരയ്ക്കാം. പിന്നെ കാന്താരിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടെ രുചി കൂടും. അരപ്പ് അരച്ചതങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ഒരു ചേമ്പ് കറി കണ്ടോ. കഷ്ണം ഉടയ്ക്കേണ്ടവർക്ക് ഉടച്ചെടുക്കാം, വേണ്ടാത്തവർക്ക് ഇങ്ങനെ എടുക്കാം. ഉടച്ചാൽ ഒന്നും കൂടെ കൊഴുപ്പ് കിട്ടും. എന്നിട്ട് നമുക്ക് കടുക് വറുത്തയില്ലേ, ഉള്ളി, കടുക്, കരിയാപ്പില എല്ലാം കൂടെ വറുത്തയില്ലേ, അതങ്ങ് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം. ചേമ്പ് എരിശ്ശേരി വെച്ചത്. നല്ല എരിശ്ശേരിക്കറി. എരിശ്ശേരിയും പറ്റും മരിച്ചതിന് കാര്യം പണ്ടുള്ളവർ പറയുന്നതാണ്. എരിശ്ശേരി ഉണ്ടെങ്കിൽ നല്ലതാണ് ചോറ് കഴിക്കാനൊക്കെ. ചോറ്, ചപ്പാത്തി എല്ലാ സാധനവും കഴിക്കാൻ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല രുചിയായ കറിയാണ്. ചേമ്പ് എരിശ്ശേരി വെച്ചത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. ഒരു ദിവസം നിങ്ങളിത് കറി വെച്ചാൽ പറയേ കറിയെ മാത്രം മതി എനിക്ക് ഭക്ഷണം കഴിക്കാമെന്ന്. അത്രയ്ക്കും രുചിയാണ്. എല്ലാവരും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇനിയും ഞാൻ ഇതുപോലത്തെ നല്ല നല്ല കറികളൊക്കെ ഉണ്ടാക്കി കാണിക്കാം. തരാൻ പറ്റിയില്ലെങ്കിലും ഉണ്ടാക്കിയെങ്കിലും കാണിക്കാം. നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. ചേമ്പ് എരിശ്ശേരി വെച്ചത്.